ഇന്നത്തെ റെസിപ്പി കൊടംപുളി ഇട്ട മീൻകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കലത്തിൽ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക്, ഒരു പഴുത്ത മീഡിയം സൈസ് തക്കാളി, പിന്നെ കൊടംപുളി ഒരു 3-4 അറ കൊടംപുളി ഇട്ടിട്ട് ഒരു തേങ്ങയുടെ പാലെടുത്ത് മിക്സിയിൽ ഒരു തേങ്ങ അരച്ചിട്ട് ആ പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിക്കുക. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഞാനിപ്പോൾ പ്രോൺസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1/2 കിലോ പ്രോൺസ് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കുക. 1/2 കിലോ പ്രോൺസ് ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും. കണ്ടോ, ഇപ്പോൾ എനിക്ക് എല്ലാ അളവും കറക്റ്റായിരുന്നു ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അളവനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തുക. ഇതേപോലെ നന്നായിട്ട് തിളയ്ക്കണം. കണ്ടോ, നല്ല റെഡ് കളറായിട്ടിരിക്കുന്നില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇപ്പോൾ ഒരു 15 to 20 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പ്രോൺസ് കുടംപുളി ഇട്ട കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഏത് ഫിഷ് വേണമെങ്കിലും ഇതുപോലെ കുടംപുളി ഇട്ടിട്ട് വെക്കാം. സെയിം മെത്തേഡിൽ തന്നെ. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പ്രോൺസാണ്. ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്.